ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ മണ്ണിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ബാക്കി വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ചെടികളും നല്ല രീതിയിൽ വളർന്നു വന്നു. ആദ്യത്തെ ലെവലിൽ നമുക്കൊരു കുറച്ച് കായൊക്കെ തന്നു കഴിയുമ്പോൾ പിന്നെ അതിനൊരു ആദ്യത്തെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ അതുപോലത്തെ കായപിടുത്തമോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് കായപിടുത്തം കുറഞ്ഞു വരും. ആദ്യം ഉണ്ടായ ഒരു ഇത് പിന്നെ ഉണ്ടാവില്ല, ഈൽഡ് പിന്നെ കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, കായപിടുത്തം നല്ല പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈട്രജൻ കണ്ടൻ്റ് ഉള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ സ്ലറിയിലൊക്കെ നമ്മൾ കൂടുതലും വരുന്നത് നൈട്രജനാണ്, യൂറിയ കണ്ടൻ്റാണ് കൂടുതലും സ്ലറിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കൂടാതെ നമ്മൾ ജൈവവളങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലുപൊടി, അതുപോലെ തന്നെ നമ്മുടെ വെണ്ണീർ, അതായത് ചാരം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലത്തെ ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷിൻ്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കായകളുടെ എണ്ണം കൂടും. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നട്ട് ആദ്യത്തെ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ചെടിക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കൂടുതലും പൊട്ടാഷും ഫാക്ടം ഫോസും കൂടുതലുള്ള വളങ്ങളാണ് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലുപൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം, അതുപോലെ ചാരം ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടാതെ കുറേ നമ്മൾ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH വളരെയധികം മോശപ്പെടും. അതായത് pH അസിഡിറ്റി പെട്ടെന്ന് കൂടി വരും. അപ്പോൾ അസിഡിറ്റി കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ ചെടികളുടെ വേരിന് ഇതിനൊന്നും വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ എത്രയൊക്കെ വളം മണ്ണിലുണ്ടെന്ന് പറഞ്ഞാലും ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മണ്ണിലത്തെ pH കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യേണ്ടത് കുമ്മായ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുമ്മായം അല്ലെങ്കിൽ നീറ്റ് കക്ക, അങ്ങനെ പല പല വസ്തുക്കൾ, അതുപോലെ ജിപ്സം പൗഡറൊക്കെ നമുക്ക് ഇതിനിട്ട് കൊടുക്കാം. ജിപ്സം പൗഡർ അല്ല, ഡോളോമൈറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മണ്ണിൻ്റെ pH ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുമ്മായം ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ഈ വെണ്ട, അതുപോലെ തന്നെ പയർ, ഈ മുളക്, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വളർച്ചക്കുറവും